ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണച്ചു കുമ്പിടുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ ഓണക്കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ച് ഈ പുതിയ പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തീരം ബൈബിൾ മെഡിറ്റേഷൻ്റെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ആശംസിക്കുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ മണ്ണിൽ ഓണത്തിൻ്റെ സന്തോഷം നിറഞ്ഞ ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം നമ്മുടെ വീടുകളിൽ മാത്രം സന്തോഷം നിറയ്ക്കുന്ന ഒരാഘോഷമാകാതെ സ്നേഹവും സമാധാനവും പങ്കുവയ്ക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു കാലമായി മാറട്ടെ. ഈ ഓണക്കാലത്ത് നമ്മുടെ ഹൃദയങ്ങളിലും ഒരു ദൈവിക സന്തോഷത്തിൻ്റെ പൂക്കളം വിരിയട്ടെ. ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ആത്മീയ തീയെക്കുറിച്ച്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ മനോഹരമായ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി തമ്പുരാനെ നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഓണക്കാലത്തിന്റെ സന്തോഷങ്ങൾക്കിടയിൽ നിന്നെ മറക്കാതെ നിന്നോടൊപ്പം നടക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തിന്റെ തീ വീണ്ടും ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ തീയും സ്നേഹത്തിന്റെ തീയും നന്മ ചെയ്യുവാനുള്ള ആഗ്രഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും കെട്ടുപോകാതിരിക്കട്ടെ. ഈ ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം ലേവ്യാപുസ്തകം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ തിരുവചന ഭാഗം നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് വായിച്ചു കേൾക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്തു തന്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണ കാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് ഭോഷ്കു പറയുകയെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് ഭോഷ്കു പറയും. മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനാകിയാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തന്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലിനോട് 5-1 കൂട്ടി പകരം കൊടുക്കണം. അകൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവനത് ഉടമസ്ഥന് കൊടുക്കണം. അകൃത്യയാഗത്തിനായി അവൻ നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ യഹോവയ്ക്ക് അകൃത്യയാഗമായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ അകൃത്യമായി ചെയ്തതൊക്കെയും അവനോട് ക്ഷമിക്കും. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, ഹോമയാഗത്തിന്റെ പ്രമാണമാവിത്. ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ്സു വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേലിരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തന്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിപ്പിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചുണ്ടായ വെണ്ണീരെടുത്ത് യാഗപീഠത്തിന്റെ ഒരു വശത്ത് ഇടണം. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത്
വെണ്ണീർ കൊണ്ടുപോകണം. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ്സുതോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മേൽ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിന്റെ ഹൃദയത്തിലെ തീ കെട്ടുപോകരുത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നാം കേൾക്കുന്നത്. ദൈവം പുരോഹിതന്മാരോട് പറയുന്നു, യാഗപീഠത്തിലെ തീ കെട്ടുപോകരുത്, അതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഓരോ പ്രഭാതവും അതിൽ വിറക് അടുക്കണം. ശ്രദ്ധിക്കൂ, ഓരോ പ്രഭാതവും വിറകടുക്കണം. അതായത് തീ സ്വയം നിലനിൽക്കുന്നതല്ല, അതിനെ പരിപാലിക്കണം, അതിനെ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതം. നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തിന്റെ തീ ഒരിക്കൽ കത്തിയതുകൊണ്ട് മാത്രം മതിയാകുന്നില്ല. അത് ഓരോ പ്രഭാതത്തിലും അതിനെ പരിപാലിക്കണം. പ്രാർത്ഥനയാണ് അതിലെ വിറക്, തിരുവചനമാണ് അതിലെ വിറക്, ദൈവസ്നേഹമാണ് അതിലെ വിറക്. നന്മ ചെയ്യുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും ക്ഷമിക്കുന്നതുമായ തീയെ കൂടുതൽ ശക്തമാക്കുന്നു. ആത്മീയ തീ എപ്പോഴാണ് കെട്ടുപോകുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം എപ്പോഴാണ് കുറയുന്നത്? പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താതിരിക്കുമ്പോൾ, തിരുവചനം വായിക്കുവാൻ മടിക്കുമ്പോൾ, ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കാതെ ഇരിക്കുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പകരം വിധിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കേണ്ടുന്നതിന് പകരം എല്ലാം സ്വന്തം ശക്തിയിൽ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ പതുക്കെ നമ്മുടെ ഹൃദയത്തിന്റെ തീ മങ്ങിത്തുടങ്ങുന്നു. പുറമേ എല്ലാം ശരിയായിരിക്കാം, ചിരിയുണ്ടാകാം, സമ്പത്തുണ്ടാകാം, ആഘോഷങ്ങൾ ഉണ്ടാവാം, ഓണസദ്യ ഉണ്ടാകാം, പൂക്കളങ്ങൾ ഉണ്ടാകാം, പുതിയ വസ്ത്രങ്ങളും ഉണ്ടാകാം. പക്ഷേ ഹൃദയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ആ സന്തോഷത്തിന് പൂർണ്ണതയില്ല. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമുക്ക് നമ്മുടെ വീടിന്റെ പൂക്കളങ്ങളോടൊപ്പം നമ്മുടെ ഹൃദയത്തിലും ഒരു ആത്മീയ പൂക്കളം ഒരുക്കാം. അത് സ്നേഹത്തിന്റെ പൂക്കൾ കൊണ്ട്, ക്ഷമയുടെ പൂക്കൾ കൊണ്ട്, പ്രാർത്ഥനയുടെ പൂക്കൾ കൊണ്ട്, അത് വിശ്വാസത്തിന്റെ പൂക്കൾ കൊണ്ട്. ഈ ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്നേഹം. ഓണം കുടുംബത്തെയും സൗഹൃദത്തെയും പങ്കുവെക്കലിനെയും സന്തോഷത്തെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് ഒരു ചെറിയ തീരുമാനമെടുക്കാം. നമ്മിൽ നിന്ന് അകന്നുപോയ ഒരാളെ നമുക്ക് വിളിക്കാം. വേദനിപ്പിച്ച ഒരാളോട് നമുക്ക് ക്ഷമ ചോദിക്കാം. നമ്മെ വേദനിപ്പിച്ച ഒരാളോട് നമുക്ക് ക്ഷമിക്കാം. വിശപ്പുള്ള ഒരാളുമായി നമുക്ക് ഭക്ഷണം പങ്കിടാം. ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളോട് നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കാം. കാരണം നമ്മുടെ ഹൃദയത്തിലെ ദൈവസ്നേഹത്തിന്റെ തീ മറ്റുള്ളവരിലേക്കും പ്രകാശിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജ്വലിക്കുന്നത്. ഈ തിരുവചന ഭാഗം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്കും ഇന്നു രാവിലെ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്റെ ഹൃദയത്തിലെ ദൈവസ്നേഹത്തിന്റെ തീ ഇപ്പോഴും കത്തുന്നുണ്ടോ? എന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? തിരുവചനത്തോടുള്ള എന്റെ സ്നേഹം കുറഞ്ഞുപോയി? ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാതെ ഹൃദയത്തിൽ വിരോധം സൂക്ഷിക്കുന്നുണ്ടോ? എന്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടുന്നുണ്ടോ? ഇന്നു മുതൽ ഒരു ചെറിയ കാര്യം ചെയ്യാം. രാവിലെ എഴുന്നേറ്റ ഉടൻ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. ഒരു തിരുവചനം വായിക്കാം. ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നന്മ ചെയ്യാം. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിലെ തീയിൽ ഒരു വിറക് കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഒരു ആത്മീയ തീരുമാനം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആത്മീയ തീരുമാനമെടുക്കാം. കർത്താവേ, എന്റെ ഹൃദയത്തിലെ നിന്റെ തീ കെട്ടുപോകുവാൻ ഞാൻ അനുവദിക്കുകയില്ല. പ്രാർത്ഥനയിലൂടെ അതിനെ ഞാൻ കാത്തു സൂക്ഷിക്കും. തിരുവചനത്തിലൂടെ അതിനെ ശക്തിപ്പെടുത്തും. സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും അത് മറ്റുള്ളവരിലേക്ക് പകരും. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാമയനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ
നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ഒരിക്കൽ കത്തിയിരുന്ന നിന്റെ വിശ്വാസത്തിന്റെ തീ മങ്ങിയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ അത് വീണ്ടും ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ തീ ഞങ്ങളിൽ കത്തിക്കണമേ. തിരുവചനത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ. സ്നേഹിക്കുവാനുള്ള നല്ല ഒരു ഹൃദയം നൽകണമേ. ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ. പങ്കുവെക്കുവാനുള്ള നല്ല ഒരു മനസ്സു നൽകണമേ. ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം വർദ്ധിക്കട്ടെ. ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് കൂട്ടായ്മ ലഭിക്കട്ടെ. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കട്ടെ. രോഗികൾക്ക് സൗഖ്യവും പ്രത്യാശയും ലഭിക്കട്ടെ. സഹായം ആവശ്യമായിരിക്കുന്നവർക്ക് തമ്പുരാനെ നിന്റെ ശ്രീഭണ്ഡാരം തുറന്ന് തിരുസന്നിധിയിൽ നിന്ന് സഹായം അയച്ചു കൊടുക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ നിന്റെ തീ ഒരിക്കലും കെട്ടുപോകാതിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ഒരു പ്രകാശമായി മാറട്ടെ. ഈ ഓണക്കാലം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിന്റെ കാലമാക്കി തീർക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ ഓണക്കാലത്ത് ഒരു കാര്യം മാത്രം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. പൂക്കളത്തിലെ പൂക്കൾ വാടിപ്പോകാം, പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ ദൈവസ്നേഹത്തിന്റെ തീ കെട്ടുപോകരുത്. തീരം ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ ആത്മീയ യാത്രയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണം നിങ്ങളുടെ വീടുകളിൽ സ്നേഹവും സമാധാനവും സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയും നിറയട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.